അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ ക്രിസ്മസിനൊന്നും ഗിഫ്റ്റൊന്നും കിട്ടാറില്ല. പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ളൊരു ശീലം കാണുമായിരിക്കും. ഒക്കെ ഡ്രസ്സ് എടുത്തു തരായിരുന്നു ക്രിസ്മസിന്. ഞങ്ങൾ ഇടുക്കിയിലായിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്രിസ്മസ് ഒക്കെ നമ്മളെല്ലാം ആഘോഷിക്കുമല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റുകൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ ക്രിസ്മസിനൊന്നും ഗിഫ്റ്റൊന്നും കിട്ടാറില്ല. കോളേജിലൊക്കെ കഴിഞ്ഞ് പിന്നെ മറ്റേ ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനത്തെ സംഭവം പോലും ഇല്ല. സോ ക്രിസ്മസിന് അങ്ങനെ പണ്ടൊക്കെ കാർഡ്സ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും അയക്കാറില്ലല്ലോ. ഈ ഗിഫ്റ്റ് ജനിച്ചിട്ട് വീട്ടിൽ കരോളിന് പോയപ്പോഴത്തേക്ക് അച്ഛൻ തന്നാണ് കേട്ടോ. അച്ഛനും സാന്റായും കൂടെ തന്ന ഗിഫ്റ്റാണിത്. പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ളൊരു ശീലം കാണുമായിരിക്കും. വളരെ സൂക്ഷിച്ച് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ശീലം. ഇതാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം. നമുക്കാണ് കേട്ടോ. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചാപ്പൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ബൈബിൾ സെന്റൻസ് ഉണ്ട്. നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് is from my husband, Mike. പണ്ടൊക്കെ പപ്പൊക്കെ ഡ്രസ്സ് എടുത്തു തരുമായിരുന്നു ക്രിസ്മസിന്. ഞങ്ങൾ ഇടുക്കിയിലായിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്രിസ്മസ് ഒക്കെ നമ്മളെല്ലാം ആഘോഷിക്കുമല്ലോ. ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ഡ്രസ്സ് എടുത്തു തരുമായിരുന്നു. അപ്പം പണ്ടൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ വിശേഷം വരുമ്പോഴാണോ ഡ്രസ്സ് എടുക്കുക, ഓണം, ക്രിസ്മസ് ഒക്കെ. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ച് ആവശ്യമുള്ള സാധനം എൻ്റെ ക്രീംസും എൻ്റെ ക്രീമൊക്കെ തീർന്നിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഡോട്ട് ആൻഡ് കിയുടെ ആണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് ഡോട്ട് ആൻഡ് കിയുടെ ആണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഒന്നും ഇതറിയാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ഡോട്ട് ആൻഡ് കിയുടെ നൈറ്റ് ജെല്ലും മോയ്സ്ചറൈസറും ഒക്കെ ഞാൻ ഡോട്ട് ആൻഡ് കിയുടെ തന്നെയാണ്. അപ്പോൾ ഞാൻ തീർന്നപ്പോൾ അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡോട്ട് ആൻഡ് കിയുടെ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതൊരു നൈറ്റ് റിപ്പയർ ക്രീമാണ്. ഇതൊരു നൈറ്റ് ക്രീമാണ്. ഞാൻ സിക്കയുടെ ഒരു ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ട്, ഇതിന് തന്നെ ഗ്രീൻ ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് റെറ്റിനോൾ ക്രീമാണ്, അപ്പം ഇതും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് കിയുടെ ഒരു വൈറ്റമിൻ C+E സൺസ്ക്രീൻ ആണ്. ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. 900 ഒക്കെയാണ് വരുന്നത് റേറ്റ്, ഒരു 100 ഗ്രാംസിനൊക്കെ. അതും എനിക്ക് ദേഹം ഫുള്ള്, മുഖത്ത് മാത്രമല്ല കയ്യിലും കാലയിലും ഒക്കെ പറ്റണം. അത്രയും തേച്ച് വരുമ്പോഴത്തേക്കും അത് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇതും കൂടെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രം ഡോക്ടർ പറഞ്ഞതിടാം. ഇപ്പോൾ വീട്ടിലെന്ന് വെച്ചാൽ നമ്മൾ അന്ന് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങാനുള്ള ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് 50 ഗ്രാമിന് 300 സംതിങ് ഉണ്ട് കേട്ടോ, എല്ലാം കണക്കാം. അതിൻ്റെ 50 ഗ്രാമിന് 600 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ് ഞാൻ ആഡ്സൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ്. ഇതെല്ലാം ഞാൻ മേടിച്ചത്. ഇതും കൂടെ ഒരു കോംബോ ആയിട്ട് കണ്ടപ്പോൾ ഞാനങ്ങനെ മേടിച്ചതാണ്. ഓക്കെ, ഇത് ഹൈലറോണിക് സ്കിൻ ബാരിയർ റിപ്പയർ ഫേസ് ക്രീം. ഇത് ഞാൻ ഇപ്പോൾ ഈ ആഡൊക്കെ കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇതെങ്ങനെയുണ്ടെന്ന്. ഞാൻ യൂസ് ചെയ്തിരുന്ന മോയ്സ്ചറൈസർ ഇതിൻ്റെ തന്നെ വൈറ്റമിൻ C+E ഈ ഷെയ്ഡുള്ള ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ. അപ്പം ഞാൻ ഇതിൻ്റെ ആഡ് കണ്ടപ്പം ഇതൊന്ന് മേടിച്ച് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ആൻഡ് എനിക്ക് നൈക്കയിൽ നിന്ന് ഒരു ഫ്രീ വന്നിട്ടുണ്ട്, നാച്ചുറൽ വൈറ്റമിൻ C ഫേസ് ടോണർ വരുന്നുണ്ട്. അത് ദ മോംസ് കോൺ പറഞ്ഞിട്ടുള്ളതുണ്ട്. സോ ഇതെനിക്ക് ഫ്രീ പ്രോഡക്റ്റ് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് മേടിച്ച പ്രോഡക്റ്റ്. ഇത് ഏകദേശം ഒരു 1300 ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രോഡക്റ്റ്സ് ഡോട്ട് ആൻഡ് കിയുടെ
എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇതിൻ്റെ വൈറ്റമിൻ സി സെറം ഒക്കെ എനിക്ക് ഭയങ്കര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു 6 മന്ത്സോളം ആയി. പക്ഷെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല. സ്കിൻ കെയർ റൂട്ടീൻ ഒന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ ക്ലൈമറ്റ് നല്ല സീനാണ്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. സോറി, പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് സാന്റാക്ലോസ് തന്നത്, ഇത്തവണത്തെ സാന്റ തന്നത് എനിക്കിത്. ഓക്കെ, എൻ്റെ സാന്റ തന്നത്. ഇതെല്ലാം എൻ്റെ കിട്ടിയ തന്ന ഗിഫ്റ്റ്സാണ്. ഓക്കെ, താങ്ക് യു.